പ്രത്യയശാസ്ത്രമാണെന്ന് പാർട്ടി മാറിയാൽ ആളുകളുടെ പ്രത്യയശാസ്ത്രം മനസ്സിൽ മാറില്ല എന്നുള്ള താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. RSS പാർട്ടി മാറിയാലും RSS അല്ല, അത് പറഞ്ഞാൽ മതിയെന്നേ ഞാൻ പറയുന്നത്. ഇപ്പൊ മാറണമെന്ന് ഞാൻ പറഞ്ഞത് ഏതാ സുഹൃത്ത് മലയാളം ഞാൻ പറഞ്ഞത്, ഞാൻ ഇതുവരെ പറഞ്ഞത് മുസ്ലിംസിനെതിരായി പറഞ്ഞത്, ഹിന്ദുത്വത്തിന് വേണ്ടി പറഞ്ഞത്, RSSന് വേണ്ടി പറഞ്ഞത് തെറ്റായിരുന്നു. എനിക്ക് കോൺഗ്രസിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തോടാണ് എനിക്ക് യോജിപ്പ്. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. ഇനി ഞാനത് പറയില്ല. രാഹുലിനെതിരായി പറഞ്ഞത്, മഹാത്മാഗാന്ധിക്കെതിരായി പറഞ്ഞത്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി മൊത്തത്തിൽ പറഞ്ഞത് മാപ്പാക്കണം ജനങ്ങളെ, മലയാളികളെ എന്ന് പറഞ്ഞു വോട്ടിന് ചോദിക്കണം. അതിന് വോട്ടിന് ചോദിക്കാൻ ധൈര്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞ. ഇതുപോലെ ഞാൻ സാധാരണ നിലയിൽ ഇപ്പം മുരളീധരന്റെ വാക്കുകളാണ് കൊട്ടേഷനായിട്ട് എടുക്കുക. അദ്ദേഹം പറഞ്ഞ് മേപ്പറമ്പിൽ വന്നിട്ട് പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് അനുഭവമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓരോന്ന് പറഞ്ഞു. അതിമനോഹരമായി. എങ്ങനെയാണോ കരുണാകരൻ സറ്റയർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തത് അതുപോലെ പറഞ്ഞു. ഇതുപോലെ ഹൃദയത്തിന് കുത്തിയ വാക്കുകൾ ഈ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അതെ, തങ്ങള് കോൺഗ്രസ്സുകാർ ലീഗുകാരും പറഞ്ഞു ഉടനെ പോയിട്ട് കാല് പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ള അടി ഒഴുകി പോകുന്നു. അത് ഇന്ന് രാവിലെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നെ വിളിച്ചു. ഇത് നല്ല ഇവർ വിചാരിക്കുന്നത് കലത്തുനിന്ന് പോയാൽ കഞ്ഞിക്കലത്തിലേക്ക് ഉണ്ടാവുന്നതാണ്. കലത്തിലും ഉണ്ടാവില്ല, കഞ്ഞിക്കലത്തിലും ഉണ്ടാവില്ല എന്നാണ് ആ കോൺഗ്രസിന്റെ നേതാവ് എന്നോട് പറഞ്ഞത്. RSSകാർക്ക് ആവേശം ഉണ്ടാവും. ഇയാളുടെ കൂടെയുള്ള RSSകാർക്ക് ആവേശം പോയതുകൊണ്ടാണോ? ഇയാള് പോയതുകൊണ്ട് തന്നെ ആവേശം ഉണ്ടാവും, വേറെ ആവശ്യമില്ല. അതുണ്ടാവും. അത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ ഒരു സഹായമാണല്ലോ കിട്ടുന്നത്. RSSുമായിട്ടുള്ള UDFന്റെ ഒരു പാലമാണിത്. അത് പൊട്ടിച്ചിട്ടില്ല അദ്ദേഹം. ഞാൻ ഉറപ്പിച്ചു പറയാം, അദ്ദേഹത്തിന്റെ അമ്മയുടെ ഓർമ്മ നിലനിൽക്കുന്നിടത്തോളം കാലം RSSനെതിരായിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് RSSുമായിട്ടുള്ള ബന്ധമാണ്. അത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പൊക്കിക്കൊടി ബന്ധം എന്ന് പറയുന്നത് അമ്മയുമായിട്ടുള്ളതാണ്. അതൊരിക്കലും പൊട്ടിക്കാൻ കഴിയില്ല. അപ്പൊ അതാ മുരളി പറഞ്ഞത്, സ്നേഹത്തിന്റെ കടയിൽ ഒറ്റപ്പാല ഇലക്ഷൻ വരുന്നത് വരിക ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പോകുന്നാ പറഞ്ഞത്. ഒറ്റപ്പാല ഇലക്ഷൻ കഴിയുന്നത് വരിക ഈ സ്നേഹത്തിന്റെ കടയിൽ ഇങ്ങനെ ചായക്കട അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ചായക്കടയും ഉണ്ടാവില്ല, കാപ്പിപ്പൊടിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഗ്ലാസും ഉണ്ടാവില്ല, പിഞ്ഞാണും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിലപാട് വ്യക്തതാക്ക്. ഏത് നിലപാട്? പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്താക്ക്. അതിനുശേഷം ഞങ്ങൾ പറയാന്നല്ല പറഞ്ഞത്. മറ്റേതിപ്പോ നിങ്ങൾ വന്നിട്ട് പറയുന്നത് എൻ്റെ വീട്ടിലൊരു മരണം ഉണ്ടായി, പാലം വന്നില്ലല്ലോ, പാലം തെറ്റായി പോയി എന്നല്ലേ പറയുക. ആ സാഹചര്യത്തിലാണ് അത് പറഞ്ഞത്. അതെനിയും പറയൂ. അല്ല, എല്ലാവരും മാന്യന്മാരല്ലേ? മാന്യം എന്ന് പറഞ്ഞാൽ അവർകളെന്ന് പറയില്ല നമ്മൾ. മന്ത്രിയോട് ഒരു സ്നേഹവും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക? ഒരു സ്റ്റേജ് കിട്ടിയാൽ അവറുകൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്നല്ലേ പറയുക? എന്തെങ്കിലും സ്നേഹത്തോട് കൂടിയിട്ടാണോ പറയുന്നത്? ഒന്നുമല്ല.